ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഡൽഹിയിൽ തുടങ്ങി. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ഇന്ന് ചേരും. ഇന്ത്യ സഖ്യത്തിന്റെ ചെയർമാൻ പദവിയിലേക്ക് ശരത് പവാറിനെയോ അഖിലേഷ് യാദവിനെയോ പരിഗണിച്ചേക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, വളരെ സുപ്രധാനമായ യോഗമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുക ഈ യോഗത്തിന് ശേഷമായിരിക്കുമെന്ന് കരുതാം. എന്താണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഗോപി, ഇപ്പോൾ ചേരുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമാണ്. വിശാല പ്രവർത്തക സമിതി ഇപ്പോൾ ഡൽഹിയിലെ അശോക ഹോട്ടലിൽ ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് 5:30-ക്കാണ് ചേരുക. പാർലമെന്റിലെ സെൻട്രൽ ഹാളിലാണ് ചേരുക. ഇപ്പോൾ പ്രവർത്തക സമിതി യോഗമാണ് ഇപ്പോൾ ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ ഗോപി സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വരണം എന്ന തുടങ്ങിയ കാര്യങ്ങളിലൊരു നിർണായകമായ ചർച്ച ഇന്നത്തെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടാകും. അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകും. ഇന്നത്തെ ഈ പ്രവർത്തക സമിതിയിൽ സ്വാഭാവികമായിട്ടും അത്തരം ചില ചർച്ചകളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാണ് ഈ പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കി. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ്, അതോടൊപ്പം തന്നെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് പൊതുവെ കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതേസമയം തന്നെ മധ്യപ്രദേശിലും കൂടാതെ ബംഗാളിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായി എന്നൊരു വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരം ചില ചർച്ചകൾ ഇന്നത്തെ ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ചയാകും. കൂടാതെ രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്നൊരു ആവശ്യം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഈ യോഗത്തിൽ ഉന്നയിക്കും. അതിനുശേഷം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ മുതിർന്ന മറ്റ് നേതാക്കളടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശാല പ്രവർത്തക സമിതി യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് സാഹചര്യവും തെരഞ്ഞെടുപ്പ് ഫല സാഹചര്യം എല്ലാം തന്നെ വിലയിരുത്തും. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഈ തിരിച്ചടി ഉണ്ടായ സംസ്ഥാനങ്ങൾ PCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യങ്ങളടക്കം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ ചേരുക. ഗോപി. നിതിൻ അംബുജൻ ആണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ ദിവസമായിരിക്കും. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക ഇന്ന് വൈകിട്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ ആരായിരിക്കും ചെയർമാൻ എന്ന കാര്യത്തിലുള്ള തീരുമാനവും ഇന്നുണ്ടാകും. ശരത് പവാറിനെയോ അഖിലേഷ് യാദവിനെയോ ഈ പദവിയിലേക്ക് പരിഗണിച്ചേക്കുമെന്നും നിതിന്റെ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നു.